ഓക്കെ. ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. നമ്മളിന്ന് മാനേജ്മെൻറ്റ് സയൻസിലെ 4ാമത്തെ ചാപ്റ്റർ ആരംഭിക്കുകയാണ്. 4ാമത്തെ ചാപ്റ്റർ ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലം അഥവാ ട്രാൻസ്പോർട്ടേഷൻ മോഡൽ എന്ന ചാപ്റ്റർ ആരംഭിക്കുകയാണ്. അപ്പോൾ ആ ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലം അല്ലെങ്കിൽ ട്രാൻസ്പോർട്ടേഷൻ മോഡലുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതിൻ്റെ സ്റ്റെപ്പ്, അതുപോലെ തന്നെ അതിൻ്റെ വ്യത്യസ്ത മെത്തേഡുകൾ എന്നിവയെക്കുറിച്ചുള്ള ഒരു ചെറിയ ഭാഗത്തിൻ്റെ വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് എന്താണ് ട്രാൻസ്പോർട്ടേഷൻ മോഡൽ എന്ന് നോക്കാം. ട്രാൻസ്പോർട്ടേഷൻ മോഡൽ വാസ് ഒറിജിനലി ഡെവലപ്ഡ് ബൈ എഫ്.ഐ. ഹിച്ച്കോക്ക്. എഫ്.ഐ. ഹിച്ച്കോക്ക് എന്നുള്ള വ്യക്തിയാണ് ട്രാൻസ്പോർട്ടേഷൻ മോഡൽ ആദ്യമായിട്ട് ഡെവലപ്പ് ചെയ്തത്. ഇറ്റ് ഈസ് എ സ്പെഷ്യൽ ടൈപ്പ് ഓഫ് ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലം. നമ്മൾ പഠിച്ചിട്ടുള്ള ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലത്തിൻ്റെ ഒരു പ്രത്യേക തരത്തിലുള്ള ടൈപ്പാണ് ട്രാൻസ്പോർട്ടേഷൻ മോഡൽ എന്ന് പറയുന്നത്. ഇറ്റ് ടിപ്പിക്കലി ഇൻവോൾവ്സ് സിറ്റുവേഷൻസ് where goods are required to be transferred from source or plants to some destinations or markets at a minimum cost. അതായത് ഒരു പ്രത്യേക പ്ലേസിൽ നിന്നോ അല്ലെങ്കിൽ ഒരു സോഴ്സിൽ നിന്നോ ഗുഡ്സുകൾ മറ്റൊരു പ്ലേസിലേക്ക് അല്ലെങ്കിൽ ഡെസ്റ്റിനേഷൻ പ്ലേസിലേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള സിറ്റുവേഷൻസ് ആണ് ഇതിൽ വരുന്നത്. ബട്ട് വിച്ച് ഇൻവോൾവ്സ് മിനിമം കോസ്റ്റ്, അതായത് കുറഞ്ഞ കോസ്റ്റിൽ അല്ലെങ്കിൽ കുറഞ്ഞ ചിലവിൽ ഒരു പർട്ടിക്കുലർ പ്രദേശത്ത് നിന്നോ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് സോഴ്സസ് നിന്നോ ഗ്രൂപ്പ് ഓഫ് ഡെസ്റ്റിനേഷനിലേക്കോ അല്ലെങ്കിൽ സം ഡെസ്റ്റിനേഷനിലേക്കോ ഗുഡ്സുകളുടെ ട്രാൻസ്ഫറിങ് അല്ലെങ്കിൽ ട്രാൻസ്പോർട്ടിംഗ് നടപ്പിലാക്കുകയാണ്. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് അല്ലെങ്കിൽ ട്രാൻസ്പോർട്ടേഷൻ മോഡൽ എന്നതുകൊണ്ട് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ട്രാൻസ്പോർട്ടേഷൻ മോഡൽ ഇൻവോൾവ്സ് സിറ്റുവേഷൻസ് വേർ ഗുഡ്സ് ആർ റിക്വയർഡ് ടു ബി ട്രാൻസ്ഫേർഡ് ഫ്രം സോഴ്സ് ഓർ പ്ലാൻസ്. സോഴ്സിൽ നിന്നോ അല്ലെങ്കിൽ പ്ലാൻസിൽ നിന്നോ ഡെസ്റ്റിനേഷൻ പ്ലേസിലേക്കോ മാർക്കറ്റിലേക്കോ ഗുഡ്സുകൾ ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് മിനിമൈസ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടുള്ള സിറ്റുവേഷൻസിനെ ട്രാൻസ്പോർട്ടേഷൻ മോഡൽ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ട്രാൻസ്പോർട്ടേഷൻ മോഡലിൻ്റെ ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ എന്താണ്? The main objective is to satisfy the demand destination requirement. ഡെസ്റ്റിനേഷൻ റിക്വയർമെൻറ്റിൻ്റെ ഡിമാൻഡ് സാറ്റിസ്ഫൈ ചെയ്യുക. എന്തിൻ്റെ ബേസിസിൽ? വിത്തിൻ ദ പ്ലാന്റ് കപ്പാസിറ്റി കൺസ്ട്രെയിൻസ്. നിലവിൽ ഉള്ള പ്ലാന്റ് കപ്പാസിറ്റി കൺസ്ട്രെയിൻസ് ഉപയോഗിച്ച് ഡെസ്റ്റിനേഷൻ പ്ലേസിൻ്റെ ഡിമാൻഡ് സാറ്റിസ്ഫൈ ചെയ്യുകയും അതോടൊപ്പം തന്നെ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് മിനിമൈസ് ചെയ്യുകയും ചെയ്യാം. അതായത് ഒരു പർട്ടിക്കുലർ സോഴ്സിൽ നിന്നും ഒരു പർട്ടിക്കുലർ സോഴ്സിലേക്ക് അല്ലെങ്കിൽ ഒരു നിശ്ചിത പ്ലേസിൽ നിന്നും ഒരു നിശ്ചിത ഡെസ്റ്റിനേഷൻ പ്ലേസിലേക്ക് ഗുഡ്സുകൾ ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ട്രാൻസ്പോർട്ട് ചെയ്യുന്ന സന്ദർഭത്തിൽ ആ ഡെസ്റ്റിനേഷൻ പ്ലേസിൻ്റെ ഡിമാൻഡ് സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിൽ സോഴ്സ് പ്ലേസിൽ ഗുഡ്സുകൾ ഉണ്ടാവുകയും അതോടൊപ്പം തന്നെ അതിൽ നിന്നും മറ്റൊരു ഡെസ്റ്റിനേഷൻ പ്ലേസിലേക്ക് ഗുഡ്സുകൾ ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്തുള്ള ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് കുറയ്ക്കുകയും ചെയ്യുക അല്ലെങ്കിൽ മിനിമൈസ് ചെയ്യുകയും ചെയ്യുക എന്നുള്ളതാണ് ട്രാൻസ്പോർട്ടേഷൻ തിയറി അല്ലെങ്കിൽ ട്രാൻസ്പോർട്ടേഷൻ മോഡലിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. സോ ദ മെയിൻ ഒബ്ജക്റ്റീവ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലം ഈസ് ടു സാറ്റിസ്ഫൈ ദ ഡിമാൻഡ് ഡെസ്റ്റിനേഷൻ റിക്വയർമെൻറ്റ് വിത്തിൻ ദ പ്ലാന്റ് കപ്പാസിറ്റി. പ്ലാന്റ് കപ്പാസിറ്റിയിൽ നിന്നുകൊണ്ട് തന്നെ ഡെസ്റ്റിനേഷൻ റിക്വയർമെൻറ്റിൻ്റെ ഡിമാൻഡ് സാറ്റിസ്ഫൈ ചെയ്യുകയും അതോടൊപ്പം തന്നെ പ്ലാന്റ് കപ്പാസിറ്റിയിൽ അവൈലബിൾ റിസോഴ്സസ് ഉപയോഗിച്ച് ഡെസ്റ്റിനേഷൻ റിക്വയർമെൻറ്റുകൾ ഡിമാൻഡ് സാറ്റിസ്ഫൈ ചെയ്യുന്നതോടൊപ്പം തന്നെ അതിൻ്റെ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് മിനിമം ആക്കി മാറ്റുകയും ചെയ്യുക എന്നുള്ളതാണ് ഇതിൻ്റെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. അതായത് കുറഞ്ഞ ചിലവിൽ, ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ കുറഞ്ഞ ചിലവിൽ ഒരു പ്രത്യേക പ്ലേസിൽ നിന്നും ഒരു ഡെസ്റ്റിനേഷൻ പ്ലേസിലേക്കോ അല്ലെങ്കിൽ നിശ്ചിത ഡെസ്റ്റിനേഷൻ പ്ലേസിലേക്കോ അവൈലബിൾ റിസോഴ്സസ് ഉപയോഗിച്ചുകൊണ്ടുള്ള ഉൽപ്പന്നങ്ങളുടെ ട്രാൻസ്പോർട്ടേഷൻ നടപ്പിലാക്കുക എന്നുള്ളതാണ് ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലത്തിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇതൊരു സ്പെഷ്യൽ ടൈപ്പ് ഓഫ് ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലമാണ്. ഇതിൻ്റെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ എന്താണ്? മിനിമം ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റാണ് ഇതിൻ്റെ ലക്ഷ്യം. അതോടൊപ്പം തന്നെ എന്തും ചെയ്യണം? ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് മിനിമൈസ് ചെയ്യണം. അതോടൊപ്പം തന്നെ ഡെസ്റ്റിനേഷൻ പ്ലേസിൻ്റെ ഡിമാൻഡ് സാറ്റിസ്ഫൈ ചെയ്യണം. എവിടെ നിന്നും? സപ്ലൈ പ്ലേസിൽ അഡിക്വേറ്റ് സപ്ലൈ ഉപയോഗിച്ചുകൊണ്ട് ഡെസ്റ്റിനേഷൻ പ്ലേസിൻ്റെ ഡിമാൻഡ് സാറ്റിസ്ഫൈ ചെയ്യുകയും അതോടൊപ്പം തന്നെ മിനിമം ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് സാധ്യമാക്കുകയും ചെയ്യുക എന്നതാണ് ട്രാൻസ്പോർട്ടേഷൻ മോഡൽ എന്ന മോഡൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ട്രാൻസ്പോർട്ടേഷൻ മോഡലുമായി ബന്ധപ്പെട്ടുള്ള കുറച്ച് ടേംസുകളുണ്ട്. അതിൻ്റെ പിക്ചർ, ട്രാൻസ്പോർട്ടേഷൻ മോഡലിൻ്റെ പിക്ചർ നമ്മൾ ടെക്സ്റ്റിൽ കൃത്യമായിട്ട് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. ആ ടെക്സ്റ്റിലെ പിക്ചർ നമ്മൾ നോക്കുക. ഡെഫിനിഷൻസ്, ട്രാൻസ്പോർട്ടേഷൻ മോഡലുമായി ബന്ധപ്പെട്ട കുറച്ച് ടേംസാണ് ഫീസിബിൾ സൊല്യൂഷൻ, ബേസിക് ഫീസിബിൾ സൊല്യൂഷൻ, ഒപ്റ്റിമം സൊല്യൂഷൻ എന്നൊക്കെ പറയുന്നത്. അപ്പോൾ എന്താണ് ഈ ഫീസിബിൾ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ? ഫീസിബിൾ സൊല്യൂഷൻ ടു എ ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ സെറ്റ് ഓഫ് നോൺ നെഗറ്റീവ് അലോക്കേഷൻസ് വിച്ച് സാറ്റിസ്ഫൈസ് ദ റോ ആൻഡ് കോളം സം റെസ്ട്രിക്ഷൻസ്. ഒരു ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലത്തിൽ നോൺ നെഗറ്റീവ് അലോക്കേഷൻസിൻ്റെ സെറ്റിനെയാണ് നമ്മൾ ഫീസിബിൾ സൊല്യൂഷൻ എന്ന് പറയാം. അതായത് XIJ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0, പൂജ്യമോ പൂജ്യത്തിനേക്കാൾ കൂടുതലോ XIJ ആകുമ്പോഴാണ് ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലം ഫീസിബിൾ സൊല്യൂഷനായിട്ട് മാറുന്നത്. അതായത് റോ ആൻഡ് കോളം സം റെസ്ട്രിക്ഷൻസിൽ നോൺ നെഗറ്റീവ് അലോക്കേഷൻസ് വരുമ്പോഴാണ് ഫീസിബിൾ സൊല്യൂഷനായിട്ട് മാറുന്നത്. ഇനി ബേസിക് ഫീസിബിൾ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ എ ഫീസിബിൾ സൊല്യൂഷൻ ഈസ് എ ബേസിക് സൊല്യൂഷൻ ഇഫ് ദ നമ്പർ ഓഫ് നോൺ നെഗറ്റീവ് അലോക്കേഷൻ ഈസ് ഈക്വൽ ടു m + n - 1.
അതായത് നമ്പർ ഓഫ് നോൺ നെഗറ്റീവ് അലോക്കേഷൻസ് m+n-1 ഈക്വൽ ആകുമ്പോഴാണ് ഒരു ഫീസിബിൾ സൊല്യൂഷൻ ബേസിക് സൊല്യൂഷനായിട്ട് മാറുന്നത്. ഇവിടെ m എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് റോസും n എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് കോളവുമാണ്. m എന്ന് പറഞ്ഞാൽ റോയിനെ സൂചിപ്പിക്കുന്ന വാക്കാണ്, n എന്ന് പറഞ്ഞാൽ കോളത്തിനെ സൂചിപ്പിക്കുന്ന വാക്കാണ്. ഇനി ഒപ്റ്റിമം സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ ഒരു ഫീസിബിൾ സൊല്യൂഷൻ, അതായത് ബേസിക്കോ അല്ലാത്തതോ ആകാം, ഈസ് സെറ്റ് ടു ബി എൻ ഒപ്റ്റിമൽ സൊല്യൂഷൻ ഇഫ് ഇറ്റ് മിനിമൈസസ് ദ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ്. ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് മിനിമൈസ് ചെയ്യുമ്പോൾ ഒരു ഫീസിബിൾ സൊല്യൂഷൻ എന്തായിട്ട് മാറും? ഒപ്റ്റിമൽ സൊല്യൂഷനായിട്ട് മാറും. ഒരു ഫീസിബിൾ സൊല്യൂഷൻ എന്താണെന്ന് പറഞ്ഞു? സെറ്റ് ഓഫ് നോൺ നെഗറ്റീവ് അലോക്കേഷനെയാണ്, അതായത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. റോയിൻ്റെയും കോളത്തിൻ്റെയും റെസ്ട്രിക്ഷൻസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആയിട്ട് വരുന്ന സെറ്റിനെയാണ് നമ്മൾ ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലത്തിൽ ഫീസിബിൾ സൊല്യൂഷൻ എന്ന് പറയുന്നത്. ആ ഫീസിബിൾ സൊല്യൂഷൻ ബേസിക് ആകാം, അല്ലെങ്കിൽ അല്ലാത്ത ഫീസിബിൾ സൊല്യൂഷൻ ആകാം. അത് ഒപ്റ്റിമൽ സൊല്യൂഷനായി മാറുന്ന എപ്പോഴാണ്? ഇഫ് ഇറ്റ് മിനിമൈസസ് ദ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ്. ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് മിനിമൈസ് ചെയ്യുമ്പോൾ ഈ ഫീസിബിൾ സൊല്യൂഷൻ എന്നുള്ളത് ഒപ്റ്റിമൽ സൊല്യൂഷനായിട്ട് മാറും. ഇനി ലൂപ്സ് ഇൻ ട്രാൻസ്പോർട്ടേഷൻ ടേബിൾ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നോക്കാം. An ordered set of 4 or more cells can be formed as a loop. അതായത് 4 അതിലധികമോ സെല്ലുകളുടെ ഒരു സെറ്റാണ് ലൂപ്പ് എന്ന് പറയുന്നത്. ഓഫ് എനി ഓഫ് ദ 2 adjacent cells in the ordered set lie either in the same row or in the same column. അതായത് എ ഫീസിബിൾ സൊല്യൂഷൻ ടു എ ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലം ഈസ് ബേസിക് ഇഫ് ദ കറസ്പോണ്ടിങ് സെൽസ് ഇൻ ദ ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലം ഡു നോട്ട് കണ്ടെയ്ൻ എ ലൂപ്പ്. അതായത് ട്രാൻസ്പോർട്ടേഷൻ ടേബിളിൽ ലൂപ്പ് അടങ്ങിയിട്ടില്ലെങ്കിൽ ഒരു ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലത്തിൻ്റെ ഫീസിബിൾ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ ബേസിക് ഫീസിബിൾ സൊല്യൂഷനായിട്ട് മാറും. അപ്പോൾ ലൂപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? ലൂപ്പ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എൻ ഓർഡേർഡ് സെറ്റ് ഓഫ് 4 or more സെൽസ്. 4 അതിലധികമോ സെല്ലുകളുടെ സെറ്റാണ്. അതിൽ നിന്നാണ് ലൂപ്പ് എന്നുള്ളത് ഉണ്ടാവുന്നത്. ഓഫ് എനി ഓഫ് ദ 2 adjacent സെൽസ്, അതിലെ 2 സെല്ല് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇൻ ദ ഓർഡേർഡ് സെറ്റ് ലൈ ഐദർ ഇൻ ദ സെയിം റോ ഓർ ഇൻ ദ സെയിം കോളോ. സെയിം കോളത്തിലോ അല്ലെങ്കിൽ സെയിം റോയിലോ അത് ലൈ ചെയ്തിട്ടുണ്ടാവും. അത്തരത്തിലുള്ള 2 adjacent സെല്ലുകൾ ഉള്ള ഒരു 4 അതിലധികമോ സെല്ലുകളുടെ ഓർഡേർഡ് സെറ്റിനെയാണ് നമ്മൾ ലൂപ്പ് എന്നതുകൊണ്ട് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ലൂപ്പ് ഇല്ലാത്ത ട്രാൻസ്പോർട്ടേഷൻ ടേബിൾ ആയിരിക്കും നോർമലി എന്തുണ്ടാവുക? ഫീസിബിൾ സൊല്യൂഷനായിട്ട് മാറുക. ഇതാണ് അതിൻ്റെ ചില കോമൺ ടേംസുകളായിട്ട് പറയുന്നത്. ഇനി ഇതിൻ്റെ സ്റ്റെപ്പുകൾ, ഇത് നമ്മൾ പ്രോബ്ലം ചെയ്യുമ്പോഴാണ് കറക്റ്റായിട്ട് മനസ്സിലാവുള്ളൂ. ഇതിൻ്റെ സ്റ്റെപ്പുകൾ നോക്കാം. സൊല്യൂഷൻ ഓർ സ്റ്റെപ്സ്, ഇതെങ്ങനെയാണ് ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലം പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതിൻ്റെ സൊല്യൂഷൻ അല്ലെങ്കിൽ സ്റ്റെപ്പാണ് പറയുന്നത്. ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? ഫസ്റ്റ് ഓഫ് ആൾ ഡിഫൈൻ ദ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ. ആദ്യം നമ്മൾ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യാം. അതെന്താണ്? ദാറ്റ് ഈസ് മിനിമൈസേഷൻ ഓഫ് കോസ്റ്റ്. ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലം ചെയ്യുന്നതിൻ്റെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ആദ്യം എന്ത് ചെയ്യുക? ഫസ്റ്റ് ഓഫ് ആൾ ഡിഫൈൻ ദ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ. ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുക. ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതിൽ മിനിമൈസേഷൻ ഓഫ് ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് ആണ് ഇതിൻ്റെ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ. അപ്പോൾ അത് ആദ്യം ഡിഫൈൻ ചെയ്യാം. നെക്സ്റ്റ് സെറ്റപ്പ് എ ട്രാൻസ്പോർട്ടേഷൻ ടേബിൾ വിത്ത് m റോസ് ആൻഡ് n കോളം. m റോസും n കോളംസും ഉള്ള ഒരു ട്രാൻസ്പോർട്ടേഷൻ ടേബിൾ സെറ്റപ്പ് ചെയ്യാം. m റോസ് റെപ്രസെൻറ്റ്സ് ദ സോഴ്സസ്. m റോസ് എന്ന് പറഞ്ഞാൽ സോഴ്സസ് ആണത്. ദ സോഴ്സസ് മേ ബി ഫാക്ടറീസ് ഓർ പ്ലാന്റ്സ്. സോഴ്സസ് എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാകാം? ഫാക്ടറികളാകാം, പ്ലാന്റ് ആകാം. n കോളം റെപ്രസെൻറ്റ്സ് ദ ഡെസ്റ്റിനേഷൻ. n കോളം എന്ന് പറഞ്ഞാൽ ഡെസ്റ്റിനേഷൻസ് ആണ്. ഡെസ്റ്റിനേഷൻ എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാകാം? വെയർ ഹൗസുകളാകാം, സ്റ്റോറുകളാകാം, മാർക്കറ്റുകളാകാം. അപ്പോൾ m എന്ന് പറഞ്ഞാൽ റോയും n എന്ന് പറഞ്ഞാൽ കോളവുമാണ്. m എന്ന് പറഞ്ഞാൽ സോഴ്സസ് ആണ്. എവിടെ നിന്നാണോ ഉൽപ്പന്നങ്ങൾ കൈമാറ്റം ചെയ്യപ്പെടുന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ സോഴ്സസ് എന്ന് പറയുന്നത്. അത് ഫാക്ടറി ആകാം, പ്ലാന്റ് ആകാം. n എന്ന് പറഞ്ഞാൽ കോളമാണ്. കോളം എന്ന് റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഡെസ്റ്റിനേഷൻ പ്ലേസ് ആണ്. ഡെസ്റ്റിനേഷൻ പ്ലേസ് എന്ന് പറഞ്ഞാൽ വെയർ ഹൗസ് ആകാം, സ്റ്റോർ ആകാം, മാർക്കറ്റ് ആകാം. അപ്പോൾ ആദ്യം നമ്മൾ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ ഡെവലപ്പ് ചെയ്യുന്നു. ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ്റെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ എന്താണ്? ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് മിനിമൈസ് ചെയ്യുക എന്നുള്ളതാണ്. അതിന് നെക്സ്റ്റ് നമ്മൾ ട്രാൻസ്പോർട്ടേഷൻ ടേബിൾ പ്രിപ്പയർ ചെയ്യുന്നു. m റോസും n കോളവുമുള്ള ട്രാൻസ്പോർട്ടേഷൻ ടേബിൾ പ്രിപ്പയർ ചെയ്യുക. m എന്നുള്ളത് റെപ്രസെൻറ്റ് ചെയ്യുന്നത് സോഴ്സസ് ആണെങ്കിൽ n എന്നുള്ളത് കോളംസ് ആണ്. സോഴ്സസ് എന്ന് പറഞ്ഞാൽ ഫാക്ടറീസ് ഓർ പ്ലാന്റ്സ് ആകാം. n കോളം എന്ന് പറഞ്ഞാൽ ഡെസ്റ്റിനേഷൻസ് ആകാം. ഡെസ്റ്റിനേഷൻ എന്ന് പറഞ്ഞാൽ വെയർ ഹൗസോ സ്റ്റോറോ മാർക്കറ്റോ ആകാം. നെക്സ്റ്റ് നമ്മൾ എന്ത് ചെയ്യുന്നു? ഡെവലപ്സ് എൻ ഇനീഷ്യൽ ഫീസിബിൾ സൊല്യൂഷൻ ടു ദാറ്റ് പ്രോബ്ലം. അതിന് ഒരു ഇനീഷ്യൽ ഫീസിബിൾ സൊല്യൂഷൻ നമ്മൾ ഡെവലപ്പ് ചെയ്യുക. നാലാമത് പറയുന്നത് വെരിഫൈ വെദർ ദ ഇനീഷ്യൽ സൊല്യൂഷൻ ഈസ് ഒപ്റ്റിമൽ ഓർ നോട്ട്. ഈ ഇനീഷ്യൽ ഫീസിബിൾ സൊല്യൂഷൻ എന്നുള്ളത് ഒപ്റ്റിമം ആണോ അല്ലയോ എന്നുള്ളത് നമ്മൾ വെരിഫൈ ചെയ്യണം. The solution is feasible if the solutions have allocations in m+n-1 cells with independent positions. The cells having allocations are known as occupied cells and other cells are known as
എം ടി സെൽസ്. അലോക്കേഷൻസ് ഉള്ള സെല്ലിനെ നമ്മൾ ഒക്യുപ്പൈഡ് സെല്ലെന്നും മറ്റ് സെല്ലുകളെ നമ്മൾ എം ടി സെല്ലുകളെന്നും പറയും. അതായത് സൊല്യൂഷൻ എപ്പോഴാണ് ഫീസിബിൾ സൊല്യൂഷൻ ആവുന്നത്? ഫീസിബിൾ സൊല്യൂഷൻ എപ്പോഴാണ് ഒപ്റ്റിമം ആവുന്നത്? ദ സൊല്യൂഷൻ ഈസ് ഫീസിബിൾ ഇഫ് ദ സൊല്യൂഷൻസ് ഹാവ് അലോക്കേഷൻസ് ഇൻ m+n-1 cells with independent positions. The cells having allocations are known as occupied cells and other cells are known as empty cells. അലോക്കേഷൻസ് ഉള്ള സെല്ലിനെ ഒക്യുപ്പൈഡ് സെൽസ് എന്നും മറ്റ് സെല്ലുകളെ എം ടി സെല്ലുകൾ എന്നും പറയും. നെക്സ്റ്റ് നമ്മൾ എന്ത് ചെയ്യുക? ദെൻ ദ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് റിലേറ്റഡ് വിത്ത് എം ടി സെൽസ് ആർ ടു ബി കമ്പ്യൂട്ടഡ്. എം ടി സെല്ലുകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് കമ്പ്യൂട്ട് ചെയ്യുകയും ടു ടെസ്റ്റ് വെദർ ദ ഫീസിബിൾ സൊല്യൂഷൻ ഈസ് ഓപ്റ്റിമൽ ഓർ നോട്ട്. ഒപ്റ്റിമൽസ് ആണോ അല്ലയോ എന്നുള്ള ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി എം ടി സെല്ലുകളിലുള്ള ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുന്നത്? കമ്പ്യൂട്ട് ചെയ്യുക. ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് റിലേറ്റഡ് വിത്ത് എം ടി സെൽസ് ആർ ടു ബി കമ്പ്യൂട്ടഡ്. എം ടി സെൽസിലുള്ള ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് കമ്പ്യൂട്ട് ചെയ്യുകയും വെദർ ദ ഫീസിബിൾ സൊല്യൂഷൻ ഈസ് ഒപ്റ്റിമൽ ഓർ നോട്ട് എന്നുള്ളത് അനലൈസ് ചെയ്യുകയും ചെയ്യുന്നു. നെക്സ്റ്റ് പറയുന്നത് ഇഫ് ദ സൊല്യൂഷൻ ഈസ് നോട്ട് ഒപ്റ്റിമൽ ദെൻ മോഡിഫൈ ദ അലോക്കേഷൻ. സൊല്യൂഷൻ ഒപ്റ്റിമൽ അല്ലെങ്കിൽ നമ്മൾ അലോക്കേഷന് വീണ്ടും മോഡിഫൈ ചെയ്യുക. റിപ്പീറ്റ് ദ സ്റ്റെപ്പ് 5 and 6 ടിൽ ദ ഒപ്റ്റിമം സൊല്യൂഷൻ ഈസ് ഒപ്റ്റൈൻഡ്. ഒപ്റ്റിമം സൊല്യൂഷൻ ഒപ്റ്റൈൻ ചെയ്യുന്നത് വരെ ഈ 5ാമത്തെയും 6ാമത്തെയും സ്റ്റെപ്പുകൾ നമ്മൾ റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുക. ഇതാണ് പ്രധാനപ്പെട്ടുള്ള സ്റ്റെപ്പുകൾ എന്ന് പറയുന്നത്. അപ്പോൾ ഈ സ്റ്റെപ്പ് എന്താണ്? ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലം സൊല്യൂഷൻ ചെയ്യാനുള്ള സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ആദ്യം നമ്മൾ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുന്നു. ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ മിനിമൈസേഷൻ ഓഫ് ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് ആണ്. നെക്സ്റ്റ് ഒരു ട്രാൻസ്പോർട്ടേഷൻ ടേബിൾ പ്രിപ്പയർ ചെയ്യും. അതിൽ എം റോസും എൻ കോളംസും ഉണ്ടാവും. എം റോസ് എന്ന് പറഞ്ഞാൽ എന്താണത്? സോഴ്സസ് ആണ്, അതായത് പ്ലാന്റ്സ്, ഫാക്ടറീസ്, ഇതൊക്കെയാണ്. എൻ കോളം എന്ന് പറഞ്ഞാൽ ഡെസ്റ്റിനേഷൻസ് ആണ്, അതായത് വെയർ ഹൗസ്, സ്റ്റോർ, മാർക്കറ്റ് എന്നിവയൊക്കെയാണ്. നെക്സ്റ്റ് ഒരു ഇനീഷ്യൽ ഫീസിബിൾ സൊല്യൂഷൻ അതിനെ ഡെവലപ്പ് ചെയ്യുന്നു. ഈ ഇനീഷ്യൽ ഫീസിബിൾ സൊല്യൂഷൻ ഒപ്റ്റിമം ആണോ അല്ലയോ എന്നുള്ളത് നമ്മൾ വെരിഫൈ ചെയ്യണം. സൊല്യൂഷൻ ഫീസിബിൾ ആവണമെന്നുണ്ടെങ്കിൽ ഇഫ് ദ സൊല്യൂഷൻസ് ഹാവ് അലോക്കേഷൻസ് ദാറ്റ് മീൻസ് m+n-1 സെൽസ് വിത്ത് ഇൻഡിപെൻഡൻറ്റ് പൊസിഷൻ ഉണ്ടായിരിക്കണം. സെൽസ് ഹാവിങ് അലോക്കേഷൻസ് ഉള്ള സെല്ലിനെ നമ്മൾ ഒക്യുപ്പൈഡ് സെൽസ് എന്നും അല്ലാത്ത സെല്ലുകളെ നമ്മൾ എം ടി സെൽ എന്നും പറയും. ദെൻ ദ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് റിലേറ്റഡ് വിത്ത് ദ എം ടി സെൽസ് ആർ ടു ബി കമ്പ്യൂട്ടഡ്. എം ടി സെല്ലുകളുമായി ബന്ധപ്പെട്ടുള്ള ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് നമ്മൾ കമ്പ്യൂട്ട് ചെയ്യുകയും ടു ടെസ്റ്റ് വെദർ ദ ഫീസിബിൾ സൊല്യൂഷൻ ഈസ് ഒപ്റ്റിമം ഓർ നോട്ട്. ഫീസിബിൾ സൊല്യൂഷൻ ഒപ്റ്റിമം ആണോ അല്ലയോ എന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് എം ടി സെല്ലുകളുമായി ബന്ധപ്പെട്ടുള്ള ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് നമ്മൾ കമ്പ്യൂട്ട് ചെയ്യുകയും ചെയ്യുന്നു. എ പോസിറ്റീവ് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ഫോർ ആൾ ദ എം ടി സെൽസ് ഡിനോട്ട്സ് ഒപ്റ്റിമൽ സൊല്യൂഷൻ ടു ദ ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലം. അതായത് പോസിറ്റീവായിട്ടുള്ള ഓപ്പർച്യൂണിറ്റി കോസ്റ്റാണ് എല്ലാ എം ടി സെല്ലുകളിലും ഡിനോട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലത്തിന് ഒപ്റ്റിമൽ സൊല്യൂഷനാണ്. ഇഫ് ദ സൊല്യൂഷൻ ഈസ് നോട്ട് ഒപ്റ്റിമൽ ദെൻ മോഡിഫൈ ദ അലോക്കേഷൻ. സൊല്യൂഷൻ ഒപ്റ്റിമൽ അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ അലോക്കേഷൻ വീണ്ടും മോഡിഫൈ ചെയ്യുക. റിപ്പീറ്റ് ദ സ്റ്റെപ്പ് 5 and 6 ടിൽ ദ ഒപ്റ്റിമം സൊല്യൂഷൻ ഈസ് ഒപ്റ്റൈൻഡ്. ഒപ്റ്റിമം സൊല്യൂഷൻ ഒപ്റ്റൈൻ ചെയ്യുന്നത് വരെ 5ാമത്തെയും 6ാമത്തെയും സ്റ്റെപ്പ് നമ്മൾ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. നെക്സ്റ്റ് നമുക്ക് പറയാനുള്ളത് മെത്തേഡ്സ് ടു ഫൈൻഡ് ഔട്ട് ഇനീഷ്യൽ ഫീസിബിൾ സൊല്യൂഷൻ. ഇനീഷ്യൽ ഫീസിബിൾ സൊല്യൂഷൻ കണ്ടെത്താനുള്ള മെത്തേഡുകളാണ് പറയുന്നത്. അത് 3 മെത്തേഡാണ് പ്രധാനമായിട്ടുള്ളത്. ഒന്ന് നോർത്ത് വെസ്റ്റ് കോർണർ മെത്തേഡ് NWCM, പിന്നെ ലീസ്റ്റ് കോസ്റ്റ് മെത്തേഡ് LCM, പിന്നെ വോഗൽസ് അപ്രോക്സിമേഷൻ മെത്തേഡ് VAM എന്നുള്ള 3 മെത്തേഡാണുള്ളത്. അതിൽ ആദ്യത്തെ നമ്മൾ നോർത്ത് വെസ്റ്റ് കോർണർ മെത്തേഡ് എന്താണെന്ന് നോക്കാം. നോർത്ത് വെസ്റ്റ് കോർണർ മെത്തേഡ് ഈസ് ദ സിംപ്ലസ്റ്റ് മെത്തേഡ് വിച്ച് ഈസ് യൂസ്ഡ് ടു ജനറേറ്റ് ആൻ ഇനീഷ്യൽ ഫീസിബിൾ സൊല്യൂഷൻ. ഒരു ഇനീഷ്യൽ ഫീസിബിൾ സൊല്യൂഷൻ കണ്ടെത്താൻ വേണ്ടി ഉപയോഗിക്കാവുന്ന സിംപ്ലസ്റ്റ് മെത്തേഡാണിത്. ആസ് പെർ ദിസ് മെത്തേഡ് വി ബിഗിൻ വിത്ത് ദ നോർത്ത് വെസ്റ്റ് ഓർ അപ്പർ ലെഫ്റ്റ് കോർണർ സെൽ ഓഫ് ദ ട്രാൻസ്പോർട്ടേഷൻ ടേബിൾ. ഇവിടെ നമ്മൾ ട്രാൻസ്പോർട്ടേഷൻ ടേബിളിൻ്റെ ഏറ്റവും അപ്പർ ലെഫ്റ്റ് കോർണർ സെല്ലിൽ നിന്നോ അല്ലെങ്കിൽ നോർത്ത് വെസ്റ്റ് സൈഡിൽ നിന്നോ നമ്മൾ ബിഗിൻ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഈച്ച് റോ ഓഫ് ട്രാൻസ്പോർട്ടേഷൻ ടേബിൾ കറസ്പോണ്ട്സ് ടു ദ സ്പെസിഫിക് പ്ലാന്റ് ഓർ ഫാക്ടറി. ഓരോ റോയും ഒരു സ്പെസിഫിക് പ്ലാന്റോ അല്ലെങ്കിൽ ഫാക്ടറിയോ ആണ്. ഈച്ച് കോളം കറസ്പോണ്ട്സ് ടു ദ സ്പെസിഫിക് വെയർ ഹൗസ്, മാർക്കറ്റ് എക്സെട്ര. ഓരോ കോളം എന്ന് പറഞ്ഞാലും എന്താണ്? സ്പെസിഫിക് ആയിട്ടുള്ള വെയർ ഹൗസുകളോ മാർക്കറ്റോ ആണെന്നുള്ളത് അനലൈസ് ചെയ്യാം. പ്ലാന്റ് ഓർ ഫാക്ടറി സപ്ലൈസ് ഓർ അവൈലബിലിറ്റീസ് ആർ ഷോൺ ടു ദ റൈറ്റ് സൈഡ് ഓഫ് ദ ടേബിൾ. അതായത് പ്ലാന്റിൽ നിന്നോ ഫാക്ടറിയിൽ നിന്നോ സപ്ലൈ ചെയ്യുന്ന അവൈലബിലിറ്റീസ് ടേബിളിൻ്റെ റൈറ്റ് സൈഡിൽ കാണും. വെയർ ഹൗസ് ഓർ ഡിമാൻഡ് റിക്വയർമെൻറ്റ്സ് ആർ ഷോൺ ബിലോ ദ ടേബിൾ. വെയർ ഹൗസ് അല്ലെങ്കിൽ ഡിമാൻഡ് റിക്വയർമെൻറ്റ്സ് എന്നുള്ളത് ടേബിളിൻ്റെ ഏറ്റവും താഴെ ഭാഗത്തും കാണും, അതായത് ബിലോ സൈഡിലും നമ്മൾ രേഖപ്പെടുത്തുക. അപ്പോൾ ഫാക്ടറീസ് ഓർ സപ്ലൈസ് എന്നുള്ളത് നമ്മൾ എവിടെ രേഖപ്പെടുത്തും? സപ്ലൈസ് അല്ലെങ്കിൽ ഫാക്ടറീസ് അവൈലബിലിറ്റീസ് എന്നുള്ളത് നമ്മൾ റൈറ്റ് സൈഡ് ഓഫ് ദ ടേബിളിൽ ഷോൺ ചെയ്യും. ഡിമാൻഡ് റിക്വയർമെൻറ്റ് എന്നുള്ളത് ടേബിളിൻ്റെ ബിലോ സൈഡിലും നമ്മൾ
ഷോ ചെയ്യും. നെക്സ്റ്റ് ദ സെൽസ് ഇൻ്റർസെക്ഷൻസ് ഓഫ് റോസ് ആൻഡ് കോളംസ്, അതായത് റോയുടെയും കോളത്തിൻ്റെ ഇൻ്റർസെക്ഷൻ ആയിട്ടുള്ള സെല്ലുകൾ വിൽ കണ്ടെയ്ൻ ബോത്ത് ക്വാണ്ടിറ്റി ടു ബി ട്രാൻസ്പോർട്ടഡ് ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ്. ട്രാൻസ്പോർട്ട് ചെയ്യേണ്ട ക്വാണ്ടിറ്റിയും അതുപോലെ തന്നെ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റുമാണ് അതിൽ അടങ്ങിയിട്ടുണ്ടാവുക. ദ ക്വാണ്ടിറ്റി ടു ബി ട്രാൻസ്പോർട്ടഡ് വിൽ ബി ഷോൺ ഇൻ ദ സെൻറ്റർ ഓഫ് ദ സെൽ ആൻഡ് വിൽ ബി എൻസർക്കിൾഡ്. ട്രാൻസ്പോർട്ട് ചെയ്യേണ്ട ക്വാണ്ടിറ്റികൾ നമ്മൾ സെൻറ്റർ ഓഫ് ദ സെല്ലിൻ്റെ സെൻറ്ററിൽ നമ്മൾ കാണിക്കുകയും ആൻഡ് വിൽ ബി എൻസർക്കിൾഡ്, അതിനെ ഒരു സർക്കിൾ കൊണ്ട് നമ്മൾ രേഖപ്പെടുത്തുകയും ചെയ്യും. അതിന് ചുറ്റും നമ്മൾ സർക്കിൾ കൊണ്ട് രേഖപ്പെടുത്തുകയും ചെയ്യും. ദാറ്റ് മീൻസ് ദ സെൽസ് ഓർ ഇൻ്റർസെക്ഷൻസ് ഓഫ് റോസ് ആൻഡ് കോളംസ്, റോയുടെയും കോളത്തിൻ്റെയും ഇൻ്റർസെക്ഷൻ ആയിട്ടുള്ള സെൽ എന്ന് പറയുന്നത് എന്തായിരിക്കും? വിൽ കണ്ടെയ്ൻ ബോത്ത് ക്വാണ്ടിറ്റി ടു ബി ട്രാൻസ്പോർട്ടഡ് ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ്. അതിൽ ട്രാൻസ്പോർട്ട് ചെയ്യേണ്ട ക്വാണ്ടിറ്റികളും അതുപോലെ തന്നെ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റും അതിൽ രേഖപ്പെടുത്തും. ദ ക്വാണ്ടിറ്റി ടു ബി ട്രാൻസ്പോർട്ട് ചെയ്യേണ്ട ക്വാണ്ടിറ്റികൾ വിൽ ബി ഷോൺ ഇൻ ദ സെൻറ്റർ ഓഫ് ദ സെല്ലിൻ്റെ സെൻറ്ററിൽ കാണിക്കുകയും ആൻഡ് വിൽ ബി എൻസർക്കിൾഡ്, അതിനെ എൻസർക്കിൾ ചെയ്യുകയും ചെയ്യും. പെർ യൂണിറ്റ് ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് ഈസ് ഷോൺ ഇൻ ദ സ്മാൾ റെക്ടാങ്കുലർ ബോക്സ്. അതായത് പെർ യൂണിറ്റ് ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് എന്നുള്ളത് റെക്ടാങ്കുലർ ബോക്സിൽ നമ്മൾ കാണിക്കുകയും വിച്ച് ഈസ് ഷോൺ ഇൻ ദ റൈറ്റ് ഹാൻഡ് സൈഡ് കോർണർ ഓഫ് ഈച്ച് സെൽ. ഓരോ സെല്ലിൻ്റെയും വലത് ഭാഗത്ത് അത് കാണിക്കുകയും ചെയ്യും. ഇതാണ് നോർത്ത് വെസ്റ്റ് കോർണർ മെത്തേഡിനെ കുറിച്ചിട്ടുള്ള ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത്. ഇനി അതിൻ്റെ സ്റ്റെപ്പ് എങ്ങനെയാണെന്ന് നോക്കാം. നോർത്ത് വെസ്റ്റ് കോർണർ മെത്തേഡ് ഉപയോഗിച്ച് എങ്ങനെയാണ് പ്രോബ്ലം ചെയ്യുക എന്നുള്ളതിൻ്റെ സ്റ്റെപ്പാണ് പറയുന്നത്. ഫസ്റ്റ് വൺ പറയുന്നത് കൺസിഡർ ഫസ്റ്റ് പ്ലാന്റ് സപ്ലൈ ഓർ അവൈലബിലിറ്റി ആൻഡ് ഫസ്റ്റ് മാർക്കറ്റ് ഓർ വെയർ ഹൗസ് ഡിമാൻഡ്. ഫസ്റ്റ് പ്ലാന്റിനെയോ സപ്ലൈയോ അവൈലബിലിറ്റിയോ നമ്മൾ എന്ത് ചെയ്യുന്നത്? സപ്ലൈ ആയിട്ടോ അല്ലെങ്കിൽ അവൈലബിലിറ്റി ആയിട്ടോ നമ്മൾ കണക്കാക്കുക. കൺസിഡർ ഫസ്റ്റ് പ്ലാന്റ് സപ്ലൈ ഓർ അവൈലബിലിറ്റി. ഫസ്റ്റ് പ്ലാന്റിനെ നമ്മൾ സപ്ലൈ ആയിട്ടോ അവൈലബിലിറ്റി ആയിട്ടോ കൺസിഡർ ചെയ്യുക. ഫസ്റ്റ് മാർക്കറ്റിനെ നമ്മൾ അല്ലെങ്കിൽ വെയർ ഹൗസിനെ നമ്മൾ ഡിമാൻഡ് ആയിട്ട് കണക്കാക്കുക. ഫസ്റ്റ് മാർക്കറ്റിനെയോ വെയർ ഹൗസിനെയോ നമ്മൾ ഡിമാൻഡ് ആയിട്ടും കണക്കാക്കുക. ഫസ്റ്റ് പ്ലാന്റിനെ നമ്മൾ സപ്ലൈയോ അവൈലബിലിറ്റി ആയിട്ട് കണക്കാക്കുക. ഫസ്റ്റ് മാർക്കറ്റിനെയോ വെയർ ഹൗസിനെയോ നമ്മൾ ഡിമാൻഡ് ആയിട്ടും കണക്കാക്കുക. കൺസിഡർ ഫസ്റ്റ് പ്ലാന്റ് സപ്ലൈ ഓർ അവൈലബിലിറ്റി. ഫസ്റ്റ് പ്ലാന്റിനെ നമ്മൾ സപ്ലൈ ആയിട്ടോ അവൈലബിലിറ്റി ആയിട്ടോ കൺസിഡർ ചെയ്യുക. ഫസ്റ്റ് മാർക്കറ്റിനെയോ വെയർ ഹൗസിനെയോ നമ്മൾ ഡിമാൻഡ് ആയിട്ടും അനലൈസ് ചെയ്യാം. ദ ലോവസ്റ്റ് എമംഗ് ടു ആർ അസൈൻഡ് ടു ദ ഫസ്റ്റ് പ്ലാന്റ്, ഫസ്റ്റ് മാർക്കറ്റ് ഓർ ഡിമാൻഡ് റൂട്ട്. അതിൽ ഏറ്റവും ലോവസ്റ്റ് ആയിട്ടുള്ളത്, ആ രണ്ടെണ്ണത്തിൽ ഏറ്റവും ലോവസ്റ്റ് ആയിട്ടുള്ളത്, ഡിമാൻഡിലും സപ്ലൈയിലും ഏറ്റവും ലോവസ്റ്റ് ആയിട്ടുള്ളത് നമ്മൾ ഫസ്റ്റ് പ്ലാന്റിലോ ഫസ്റ്റ് മാർക്കറ്റിലോ ഡിമാൻഡ് റൂട്ടിലോ നമ്മൾ അസൈൻ ചെയ്യുക. ദ ലോവസ്റ്റ് എമംഗ് ടു ആർ, ഇതിൽ നിന്ന് സപ്ലൈയിലും ഡിമാൻഡിലും ഇല്ല ഏറ്റവും ലോവസ്റ്റ് എന്നുള്ളത് നമ്മൾ ഫസ്റ്റ് പ്ലാന്റിലേക്കോ ഫസ്റ്റ് മാർക്കറ്റിലേക്കോ ഡിമാൻഡ് റൂട്ടിലേക്കോ നമ്മൾ അസൈൻ ചെയ്യുക. ഇഫ് സപ്ലൈ ഈസ് മോർ ദാൻ ദ ഡിമാൻഡ്, സപ്ലൈ എന്നുള്ളത് ഡിമാൻഡിനേക്കാളും കൂടുതലാണെങ്കിൽ ഷിഫ്റ്റ് ടു ദ നെക്സ്റ്റ് മാർക്കറ്റിലേക്ക് നമ്മൾ ഷിഫ്റ്റ് ചെയ്യുകയും ആൻഡ് ഇഫ് സപ്ലൈ ഈസ് ലെസ് ദാൻ ദ ഡിമാൻഡ്, സപ്ലൈ എന്നുള്ളത് ഡിമാൻഡിനേക്കാളും ലെസ് ആണെങ്കിൽ മൂവ് ടു ദ നെക്സ്റ്റ് പ്ലാന്റിലേക്ക് മൂവ് ചെയ്യുകയും ചെയ്യാം. ഇഫ് സപ്ലൈ ഈസ് മോർ ദാൻ ദ ഡിമാൻഡ്, സപ്ലൈ ഡിമാൻഡിനേക്കാളും കൂടുതലാണെങ്കിൽ ഷിഫ്റ്റ് ടു ദ നെക്സ്റ്റ് മാർക്കറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യുക. ആൻഡ് ഇഫ് സപ്ലൈ ഈസ് ലെസ് ദാൻ ദ ഡിമാൻഡ്, സപ്ലൈ ഡിമാൻഡിനേക്കാളും ലെസ് ദാൻ ആണെങ്കിൽ മൂവ് ടു ദ നെക്സ്റ്റ് പ്ലാന്റ്. ഇഫ് സപ്ലൈ ആൻഡ് ഡിമാൻഡ് ഈസ് ഈക്വൽ, മൂവ് ഡയഗണലി ടു ദ നെക്സ്റ്റ് പ്ലാന്റ് ആൻഡ് നെക്സ്റ്റ് മാർക്കറ്റ് റൂട്ട്. സപ്ലൈയും ഡിമാൻഡും ഈക്വൽ ആണെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് പ്ലാന്റിലേക്കോ നെക്സ്റ്റ് മാർക്കറ്റ് റൂട്ടിലേക്കോ നമ്മൾ എന്ത് ചെയ്യുക? മൂവ് ചെയ്യുക. സോ ഐദർ എ കോളം ഓർ റോ ടോട്ടൽ ഈസ് ടു ബി എക്സ്ഹോസ്റ്റഡ്. ഒരു കോളമോ ഒരു റോ ടോട്ടലോ നമ്മൾ എന്ത് ചെയ്യുന്നത്? എക്സോസ്റ്റ് ചെയ്യും, അതായത് ഒഴിവാക്കും. കൺസിഡർ ദ റെഡ്യൂസ്ഡ് മെട്രിക്സ്. ഇവിടെ നമ്മൾ റെഡ്യൂസ്ഡ് മെട്രിക്സ് കൺസിഡർ ചെയ്യുക. ദെൻ കണ്ടിന്യൂ ദ സ്റ്റെപ്സ് എക്സ്പ്ലെയിൻഡ് ഇൻ 1 ടിൽ വി ഗെറ്റ് സൊല്യൂഷൻ കിട്ടുന്നത് വരെ നമ്മൾ ഈ സ്റ്റെപ്പ് തുടർന്നുകൊണ്ടേ പോവുക. ഇത്രയാണ് അതിൻ്റെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ആദ്യം നമ്മൾ എന്ത് ചെയ്യാം? ഫസ്റ്റ് പ്ലാന്റിനെ സപ്ലൈ ആയിട്ടോ അവൈലബിലിറ്റി ആയിട്ടോ കൺസിഡർ ചെയ്യുക. ഫസ്റ്റ് മാർക്കറ്റിനെയോ വെയർ ഹൗസിനെയോ ഡിമാൻഡായിട്ട് അനലൈസ് ചെയ്യുക. അതിൽ നമ്മൾ ലോവസ്റ്റ് ആയിട്ടുള്ളത് ഏതാണെന്നുള്ളത് അസൈൻ ചെയ്യുക. പ്ലാന്റ് മാർക്കറ്റ് ഏതാണെന്നുണ്ടെങ്കിൽ അത് അനലൈസ് ചെയ്യുക. ലോവസ്റ്റ് എമംഗ് ടു ആർ അസൈൻഡ് ടു ദ ഫസ്റ്റ് പ്ലാന്റ്. ഇതിൽ ഏറ്റവും ലോവസ്റ്റ് ആയിട്ടുള്ളത് ഫസ്റ്റ് പ്ലാന്റിലേക്കും ഫസ്റ്റ് മാർക്കറ്റിലേക്കോ ഡിമാൻഡ് റൂട്ടിലേക്കോ അസൈൻ ചെയ്യുക. ഇനി ഇഫ് സപ്ലൈ ഈസ് മോർ ദാൻ ഡിമാൻഡ്, സപ്ലൈ എന്നുള്ളത് ഡിമാൻഡിനേക്കാളും കൂടുതലാണെന്നുണ്ടെങ്കിൽ ഷിഫ്റ്റ് ടു ദ നെക്സ്റ്റ് മാർക്കറ്റ്, അടുത്ത മാർക്കറ്റിലേക്ക് നമ്മൾ ഷിഫ്റ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഇഫ് സപ്ലൈ ഈസ് ലെസ് ദാൻ ദ ഡിമാൻഡ്, സപ്ലൈ എന്നുള്ളത് ഡിമാൻഡിനേക്കാട്ടിലും കുറവാണെന്നുണ്ടെങ്കിൽ മൂവ് ടു ദ നെക്സ്റ്റ് പ്ലാന്റിലേക്ക് നമ്മൾ മൂവ് ചെയ്യാം.
സപ്ലൈ ഡിമാൻഡിനേക്കാളും കൂടുതലാണെന്നെങ്കിൽ സപ്ലൈ ആണ് കൂടുതൽ, സപ്ലൈ ഈസ് മോർ ദാൻ ഡിമാൻഡ് ആണെങ്കിൽ നെക്സ്റ്റ് മാർക്കറ്റിലേക്ക് നമ്മൾ മൂവ് ചെയ്യുക. സപ്ലൈ ഈസ് ലെസ് ദാൻ ഡിമാൻഡ് ആണെങ്കിൽ മൂവ് ടു ദ നെക്സ്റ്റ് പ്ലാന്റിലേക്ക് നമ്മൾ മൂവ് ചെയ്യാം. സപ്ലൈയും ഡിമാൻഡും ഈക്വൽ ആണെന്നെങ്കിൽ മൂവ് ഡയഗണലി ടു ദ നെക്സ്റ്റ് പ്ലാന്റിലേക്ക് നമ്മൾ ഡയഗണലായിട്ട് മൂവ് ചെയ്യുക. ആൻഡ് നെക്സ്റ്റ് മാർക്കറ്റ് റൂട്ട്, അതുപോലെ തന്നെ നെക്സ്റ്റ് മാർക്കറ്റ് റൂട്ടിലേക്കും നമ്മൾ മൂവ് ചെയ്യാം. അതുകൊണ്ട് തന്നെ ഐദർ എ കോളം ഓർ റോ ടോട്ടൽ ഈസ് ടു ബി എക്സ്ഹോസ്റ്റഡ്. അത് ഒരു കോളമോ റോ ടോട്ടലോ അപ്പോൾ നമ്മൾ എക്സ്ഹോസ്റ്റ് ചെയ്യും. ഇങ്ങനെ നമ്മൾ കിട്ടിക്കഴിഞ്ഞാൽ കൺസിഡർ ദ റെഡ്യൂസ്ഡ് മെട്രിക്സ് നമ്മൾ കൺസിഡർ ചെയ്യുകയും ദെൻ കണ്ടിന്യൂ ദ സ്റ്റെപ്സ് എക്സ്പ്ലെയിൻഡ് ഇൻ 1 ടിൽ വി ഗെറ്റ് സൊല്യൂഷൻ കിട്ടുന്നത് വരെ നമ്മൾ ഈ ആദ്യത്തെ സ്റ്റെപ്പിൽ പറഞ്ഞിട്ടുള്ള മെത്തേഡ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരിക്കുക. ഇതാണ് നമ്മളുടെ നോർത്ത് വെസ്റ്റ് കോർണർ മെത്തേഡ് എന്നതുകൊണ്ട് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ആദ്യം ഒരു ട്രാൻസ്പോർട്ടേഷൻ ടേബിൾ പ്രിപ്പയർ ചെയ്യും, ഡിമാൻഡും സപ്ലൈയും വെച്ചിട്ട്. ഡിമാൻഡ് എന്നുള്ളത് നമ്മൾ ഏറ്റവും താഴെ ഭാഗത്ത് കാണിക്കും, സപ്ലൈ എന്നുള്ളത് റൈറ്റ് ഹാൻഡ് സൈഡിൽ കാണിക്കും. ഡിമാൻഡ് എന്നുള്ളത് ടേബിളിൻ്റെ ഏറ്റവും അവസാന ഭാഗത്ത് ബിലോ ആയിട്ട് കാണിക്കും, സപ്ലൈ എന്നുള്ളത് റൈറ്റ് ഹാൻഡ് സൈഡിൽ കാണിക്കും. ടെക്സ്റ്റിൽ അതിൻ്റെ പിക്ചർ നോക്കുക. അതിൽ റൈറ്റ് ഹാൻഡ് സൈഡിലാണ് സപ്ലൈ കാണിക്കുന്നത്. സപ്ലൈയോ ഡിമാൻഡോ നമ്മൾ കൺസിഡർ ചെയ്യാം. സപ്ലൈയും ഡിമാൻഡും നമ്മൾ കൺസിഡർ ചെയ്യുന്ന സമയത്ത് സപ്ലൈ ആണ് കൂടുതൽ, ഡിമാൻഡാണ് കുറവെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? സപ്ലൈ മോർ ദാൻ ഡിമാൻഡ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? നെക്സ്റ്റ് മാർക്കറ്റിലേക്ക് നമ്മൾ മൂവ് ചെയ്യും. തിരിച്ചാണെന്നുണ്ടെങ്കിൽ സപ്ലൈ എന്നുള്ളത് ലെസ് ദാൻ ആണെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് പ്ലാന്റിലേക്ക് നമ്മൾ മൂവ് ചെയ്യും. അതാണ് ചെയ്യുക. സപ്ലൈയും ഡിമാൻഡും ഈക്വൽ ആണെങ്കിൽ നമ്മൾ ഡയഗണലി മൂവ് ചെയ്യും. അങ്ങനെ ഓരോ സമയത്തും വരുന്ന കോളത്തിനെയും റോ ടോട്ടലിനെയും നമ്മൾ എന്ത് ചെയ്യും? എക്സ്ഹോസ്റ്റ് ചെയ്യും. ഒരു കോളമോ അല്ലെങ്കിൽ ഒരു റോയോ നമ്മൾ എക്സ്ഹോസ്റ്റ് ചെയ്തുകൊണ്ട് പോകും. അപ്പോൾ ഒരു കോളമോ റോയോ നമ്മൾ എക്സ്ഹോസ്റ്റ് ചെയ്യും. അങ്ങനെ നമ്മൾ ഫൈനൽ ആൻസർ കിട്ടുന്നത് വരെ നമ്മൾ ഈ മെട്രിക്സ് റെഡ്യൂസ് ചെയ്തുകൊണ്ടേ പോകും. അങ്ങനെ ഏറ്റവും അവസാനം നമുക്ക് ഈ സ്റ്റെപ്പ് അവസാനിക്കുന്ന സന്ദർഭത്തിൽ നമുക്കൊരു ഫീസിബിൾ സൊല്യൂഷൻ എന്നുള്ളത് കിട്ടും. ഇങ്ങനെയാണ് നോർത്ത് വെസ്റ്റ് കോർണർ മെത്തേഡിൽ ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലത്തിൻ്റെ സൊല്യൂഷൻ എന്നുള്ളത് കണ്ടെത്തുക. ഓക്കെ, അപ്പോൾ ഇതാണ് പ്രധാനപ്പെട്ട ഒരു മെത്തേഡാണ് നോർത്ത് വെസ്റ്റ് കോർണർ മെത്തേഡ്. അപ്പോൾ എല്ലാവരും ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടുള്ള ചില ബേസിക് ആയിട്ടുള്ള ടേംസുകൾ, ഫീസിബിൾ സൊല്യൂഷൻ, ബേസിക് ഫീസിബിൾ സൊല്യൂഷൻ, ഒപ്റ്റിമൽ സൊല്യൂഷൻ, ലൂപ്സ്, പിന്നെ അതിൻ്റെ സ്റ്റെപ്പ്, ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലം ചെയ്യാനുള്ള സ്റ്റെപ്പ്, പിന്നെ അതുപോലെ തന്നെ ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലത്തിന് ഫീസിബിൾ സൊല്യൂഷൻ കണ്ടെത്താനുള്ള മെത്തേഡ്സിൽ ഏറ്റവും ആദ്യത്തെ മെത്തേഡ് ആയിട്ടുള്ള നോർത്ത് വെസ്റ്റ് കോർണർ മെത്തേഡ് എന്താണെന്ന് നമ്മൾ അതിൻ്റെ തിയറി ഭാഗമാണ് നമ്മൾ പറഞ്ഞത്. ഇതിൻ്റെ പ്രോബ്ലം ഭാഗം നമ്മൾ ഇതിന് ശേഷം പറഞ്ഞു തരാം. അപ്പോൾ എല്ലാവരും ഈ തിയറി ഭാഗത്തിൻ്റെ വീഡിയോ നിർബന്ധമായിട്ടും കാണുക, എന്നിട്ട് പഠിക്കുക. ഓക്കെ, താങ്ക് യു.